നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാംഘട്ട വഴിത്തിരിവ് ഉണ്ടായത് സംവിധായകൻ പി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു. രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. നീതിയുടെ പക്ഷത്ത് ഇനിയും നിൽക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹവും. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്യും. 9 മണിക്ക് പുറത്തിറങ്ങും. 10 മണിക്ക് കോടതിയിൽ കയറി രാത്രി 8:30 വരെ നീളുന്ന വിചാരണയ്ക്ക് അദ്ദേഹം ഹാജരായിട്ടുണ്ടെന്നും പറയുകയാണ്. ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാകാതെയാണ് ഇപ്പോൾ പി ബാലചന്ദ്രകുമാർ. തലച്ചോറിലെ അണുബാധയും വൃക്കാരോഗവും ഒക്കെയായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാറിന് നീതിയുടെ പക്ഷത്ത് ഇനിയും നിലയുറപ്പിക്കാൻ ആരോഗ്യം അനുവദിക്കാത്ത അവസ്ഥയാണ്. കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ബാലചന്ദ്രകുമാർ. ഇദ്ദേഹത്തിന്റെ 2 വൃക്കകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഒപ്പം തലച്ചോറിലെ അണുബാധയും ഉണ്ട്. കൂടാതെ തുടർച്ചയായുള്ള ഹൃദയാഘാതവും സംവിധായകനെ പിന്തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആഴ്ചയിൽ 3 ഡയാലിസിസുകളാണ് അദ്ദേഹം വിധേയനാകുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിൽ ബാലചന്ദ്രകുമാർ. സിനിമയിലെ കയറ്റിറക്കങ്ങളിൽ ഏറെയും കുറഞ്ഞു വരുന്ന ബാലചന്ദ്രകുമാറിന്റെ വരുമാനം ഇപ്പോൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ചികിത്സയ്ക്കും സ്ഥിരം എടുക്കുന്ന മരുന്നിനും വലിയ ചിലവാണ് വരുന്നതെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മുന്നോട്ട് പോകാൻ ആകാത്ത അവസ്ഥയിലാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. വൃക്ക മാറ്റിവെക്കലാണ് ആകെയുള്ള വഴി. വൃക്ക നൽകാൻ ബന്ധു തയ്യാറുമാണ്. പക്ഷെ അതിന്റെ ചിലവ് താങ്ങാനുള്ള അവസ്ഥയിലല്ല ഇപ്പോൾ ബാലചന്ദ്രകുമാർ. അതേസമയം നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പ്രതികരണവുമായി ബാലചന്ദ്രകുമാർ എത്തിയിരുന്നു. തൊണ്ടി മുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്ന അപൂർവരായ ജഡ്ജിമാരാണ് നമ്മുടെ കോടതികളിൽ ഉള്ളതെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ അപൂർവരായ ജഡ്ജിമാരാണ് നമുക്കിപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? ഒരു തൊണ്ടി മുതൽ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചിരിക്കുകയാണ്. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ചിലത് പറയാനുണ്ടെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. നീതി നടപ്പാക്കണമെന്നാണ് തന്റെ ആഗ്രഹം. സത്യം ഒരു പരിധിവരെ തനിക്കറിയാമെന്നും അതിനാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടുമോ എന്ന ആകാംക്ഷയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി.